ഇവിടെ ഒരു പൂച്ച ഡെയിലി മദ്യക്യൂപ്പ് ചരിച്ച് താഴെ ഇരിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് നക്കി നക്കി കുടിക്കും. അങ്ങനെ കുടിച്ച് ബോധമില്ലാതെ നടന്നു പോയി ലിവിംഗ് റൂമിൽ യൂറിൻ പാസ് ചെയ്ത് ആടി നടന്നു പോവാണ്. എന്നിട്ട് അതിന്റെ ഫേസ് അടുത്തുള്ള സ്റ്റീൽ ബാസ്ക്കറ്റിൽ കണ്ട് പേടിച്ച് അങ്ങനെ മയങ്ങി തറയിലേക്ക് വീഴുന്നു. ശരിക്കും ഈ പൂച്ച മനുഷ്യരെക്കാളും ഭയങ്കര ബുദ്ധിശാലിയാണ്. ഇപ്പൊ കൂടി നോക്കുമ്പോൾ അതൊരു പേനയെടുത്ത് തനിയെ ക്യാപ്പൂരി വായിൽ കടിച്ചു പിടിച്ച് എഴുതാൻ തുടങ്ങി. അപ്പൊ വീട്ടിലെ പെൺകുട്ടി മാത്സ് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കുമ്പോ ആ പെൺകുട്ടി തെറ്റായ ആൻസർ ടിക്ക് ചെയ്യാൻ പോയതും പൂച്ച അവളുടെ പേന നീക്കി കറക്റ്റ് ആൻസറിലേക്ക് വെച്ചു കൊടുക്കുന്നു. ആ സമയം പെൺകുട്ടിയുടെ അച്ഛൻ കോമാ സ്റ്റേജിലെ ഹോസ്പിറ്റലിൽ കിടക്കാണ്. ഇത് കണ്ട ആ പെൺകുട്ടി സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. ഉടനെ ആ പൂച്ച പെൺകുട്ടിയുടെ സങ്കടം മാറ്റാൻ വേണ്ടി ഒരു ബോൾ എടുത്ത് തട്ടി കളിപ്പിച്ച് അവളെ ഓക്കെ ആക്കുകയാണ്. ശരിക്കും ഈ പൂച്ചയെ അവളുടെ അച്ഛൻ അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നപ്പോ അച്ഛനെയും പൂച്ചയും മിന്നലടിച്ച് അവര് രണ്ടുപേരും കൂടെ ബോളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ അച്ഛൻ കോമയിലേക്ക് പോവായിരുന്നു. അപ്പൊ അച്ഛന്റെ ആത്മാവ് അയാളുടെ ശരീരം വിട്ട് നേരെ പൂച്ചയുടെ ശരീരത്തിൽ കയറുകയായിരുന്നു. എന്നാൽ ഈ കാര്യം വീട്ടിലുള്ള ആർക്കും അറിയില്ല.